രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും വിശിഷ്ടാതിഥികളായി പങ്കെടുക്കാൻ അവസരമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാരുതി വിശിഷ്ടാതിഥിയാകും. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ റാങ്കിങ്ങിൽ ലഭിച്ച എ ഗ്രേഡ് അടക്കമുള്ള അംഗീകാരങ്ങളാണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിന് അവസരമൊരുക്കിയത്. കേരളത്തിൽ നിന്ന് ഒളവണ്ണയടക്കം 5 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഡൽഹിയിൽ വിശിഷ്ടാതിഥികളാകാൻ ക്ഷണമുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്താണ്. ഈ പഞ്ചായത്തിനെ തേടി വലിയൊരു അംഗീകാരം എത്തിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശാരുതി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. വലിയൊരു നേട്ടം എങ്ങനെ കൈവരിച്ചെന്ന് വിശദീകരിക്കാൻ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ പ്രസിഡന്റ് ശാരുതി ഉൾപ്പെടെ സെക്രട്ടറി അടക്കമുള്ളവർ ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ നേട്ടത്തിലേക്ക് എത്തിച്ചതെന്ന് അവർ തന്നെ വിശദീകരിക്കും. കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിൻ്റെ പഞ്ചായത്ത് അഡ്വാൻസ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ റാങ്കിംഗ് പ്രകാരം നമുക്ക് ഗ്രേഡിംഗ് പ്രകാരം നമുക്ക് എ ഗ്രേഡ് കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ 6 പഞ്ചായത്തുകൾക്കാണ് എ ഗ്രേഡ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പഞ്ചായത്ത് അഡ്വാൻസ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ മികച്ച ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയിട്ടുള്ള പഞ്ചായത്തായി കൂടി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ 6 പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഈ പരിപാടിയിൽ പങ്കെടുക്കും. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമാവും? ഇല്ല, മറ്റ് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചിട്ടുള്ള 5 പഞ്ചായത്തുകളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മളിത് മാത്രമല്ല, ജാഗ്രതാ സമിതി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ 1ാം സ്ഥാനം ജാഗ്രതാ സമിതി അവാർഡ് കരസ്ഥമാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2020 ലിസ്റ്റ് പ്രകാരം സ്വന്തമായി സ്ഥലമുള്ള അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ലയിലെ മികച്ച പഞ്ചായത്തായി നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. സെക്രട്ടറി ഷെരീഫയും ഒപ്പം തന്നെ മുൻ സെക്രട്ടറി ഇദ്ദേഹമാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചത്. എന്തൊക്കെയാണ് നമ്മൾ ഇതിനു വേണ്ടി എന്തൊക്കെ പ്രവർത്തനമാണ് ഇതിൻ്റെ ഭാഗമായത്? നമ്മളെ ഗ്രാമപഞ്ചായത്ത് സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കേരളത്തിലെ ഏറ്റവും പോപ്പുലേഷൻ കൂടിയ പഞ്ചായത്ത്, ഏറ്റവും വരുമാനം കൂടിയ പഞ്ചായത്ത്, ഏറ്റവും കൂടുതൽ ബിൽഡിങ്ങുകളുള്ള പഞ്ചായത്ത്. അതുപോലെ തന്നെ നമുക്ക് അപ്രകാരമുള്ള ചാലഞ്ചസും നമുക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ചുള്ള ചാലഞ്ചസ് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അതെല്ലാം നമ്മളൊരു കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് നമ്മളിത് നേടിയെടുത്തിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളെ പ്രോസസ്സൊക്കെ വളരെ മുമ്പേ തുടർന്നു വരുന്നതാണ്. എന്തായാലും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് വലിയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം പറയുന്നത്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഷെബീർ ഒമർ, മീഡിയ 1 കോഴിക്കോട്.